إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെയൊക്കെ ഐഹിക ജീവിതത്തിൽ അശ്രദ്ധ മൂലം വരുന്ന അപകടങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ് നാം എല്ലാവരും. ചെറിയ ഒരു അപകടത്തിലേക്ക് നയിക്കുന്ന അശ്രദ്ധ പോലും വരാതിരിക്കാൻ നാം നന്നായി ശ്രദ്ധിക്കാറുണ്ട്. ഒരു ബൈക്ക് ഓടിച്ചു പോകുന്നവൻ അതിൻ്റെ സ്റ്റാൻഡ് തട്ടാതെയാണ് ഓടിക്കുന്നത് നാം കണ്ടതെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് അക്കാര്യം ഉണർത്തും. ഒരപകടം മുന്നിൽ കണ്ടതുകൊണ്ടാണ് നാം അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ശാശ്വതമായ പരലോക ജീവിതത്തെ ബാധിക്കുന്ന അശ്രദ്ധയെക്കുറിച്ച് എത്രത്തോളം നാം ബോധവാന്മാരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. സൂറത്തുൽ അംബിയായിലെ തുടക്കത്തിലുള്ള വചനം. മനുഷ്യർക്ക് അവരുടെ വിചാരണ ഇതാ അടുത്തെത്തി നിൽക്കുന്നു. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അവരൊക്കെ അശ്രദ്ധയിൽ മുഴുകിയാണ് കഴിയുന്നത്. മനുഷ്യൻ്റെ ഈ നിലക്കുള്ള അശ്രദ്ധയെക്കുറിച്ച് ഉണർത്തുന്ന ഒട്ടേറെ വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. അവർ ഐഹിക ജീവിതത്തിൻ്റെ പ്രത്യക്ഷമായ കാര്യങ്ങൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്. പരലോകത്തെക്കുറിച്ച് അവർ അശ്രദ്ധയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം ഉണർത്തി, വഅൻദിർഹും യൗമൽ ഹസ്റ. നെടും ഖേദത്തിൻ്റെ ദിവസത്തെക്കുറിച്ച് താങ്കൾ അവർക്ക് താക്കീത് നൽകണം. ഇത് ഖുളിയൽ അംറു വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ. അന്ന് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന സന്ദർഭം. അവരാ ദിവസത്തെക്കുറിച്ച് അശ്രദ്ധയിലായിരുന്നു. അവർ വിശ്വാസികളായില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അശ്രദ്ധയിൽ നിന്ന് ഉണരേണ്ടവരാണ് സത്യവിശ്വാസികളായ നാം. നമ്മിലൂടെ കഴിഞ്ഞു പോകുന്ന രാപ്പകലുകൾ എന്നത് നാം വളരെ ശ്രദ്ധിക്കേണ്ട രാപ്പകലുകളാണ്. ഒരു കവിതാശകലം, മലാ റജബുൻ വമാ അഹ്സൻത ഫീഹി വഹാദാ ശഹ്റു ശഅബാനൽ മുബാറക് ഫയാമൻ ലയ്യഅൽ ഔഖാത ജഹ്ല ബിഹുർമതിഹാ അഫിഖ് വഹ്ദർ ബവാറക്. ഇതാ മനുഷ്യ, റജബെന്ന പവിത്രമാസം നിന്നിൽ നിന്ന് വിട പറഞ്ഞുപോയി.
നീ വല്ല നന്മയും ആ മാസത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ടാണ് ആ മാസം കഴിഞ്ഞു പോയത്. ഇതാ അനുഗ്രഹീതമായ ശഅബാൻ മാസം നിനക്ക് വന്നെത്തി നിൽക്കുന്നു. ഫയാമൻ ലയ്യഅൽ ഔഖാത ജഹ്ല ബിഹുർമതിഹാ അഫിഖ് വഹ്ദർ ബവാറക്. അശ്രദ്ധ മൂലം ശ്രദ്ധിക്കാതെ സമയം നഷ്ടപ്പെടുത്തിയവനെ നീ ഉണരണം. ഈ അനുഗ്രഹീത മാസത്തിൻ്റെ ബറക്കത്തുകളെക്കുറിച്ച് നീ ജാഗ്രതയുള്ളവനാകണം എന്നാണ് കവി തൻ്റെ ആ വരികളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ഷഅബാൻ മാസത്തിന് ചില പ്രത്യേകതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലം അറക തസൂമു ഷഹ്റൻ മിനശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. റമളാൻ അല്ലാത്ത മറ്റു മാസങ്ങൾ, ആ മറ്റു മാസങ്ങളിലൊന്നും നോമ്പനുഷ്ഠിക്കാത്ത, കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കാത്ത താങ്കൾ ശഅബാൻ മാസത്തിൽ പ്രത്യേകമായി നോമ്പ് വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ, എന്താണതിന് കാരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. ശഅബാനിൻ്റെ ഒരു പ്രത്യേകത, റമളാനിനും അതുപോലെ റജബിനുമിടയിൽ ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന മാസമാണത്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ, ഒരു വർഷത്തിലെ കർമ്മങ്ങൾ മുഴുവൻ ഉയർത്തപ്പെടുന്ന മാസമാണത്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സ്വായിം. അതുകൊണ്ട് കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമായതിനാൽ നോമ്പനുഷ്ഠിച്ച നിലയിൽ എന്നിൽ നിന്ന് എൻ്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഇബ്നു റജബുൽ അംബലി റഹ്മഹുല്ല വിശദീകരിച്ചു പറഞ്ഞു, വലിമാ കാന ശഅബാനു കൽ മുഖദ്ദിമതി ലി റമളാൻ. ശഅബാൻ എന്നത് റമളാനിൻ്റെ ഒരു മുഖദ്ദിമയാണ്, റമളാനിലേക്കുള്ള ഒരു കവാടമാണ്, അതിൻ്റെ ഒരു ആമുഖമാണ്. ശുരിഅ ഫീഹി മാ ശുരിഅ ഫീ റമളാൻ മിനസ് സിയാമി വ ഖിറാഅത്തിൽ ഖുർആൻ. അതുകൊണ്ട് തന്നെ ശഅബാൻ എന്നത് റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ, അഥവാ വ്രതമനുഷ്ഠിക്കാൻ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വർദ്ധിപ്പിക്കാൻ, അത് ശഅബാനിലും കൽപ്പനയുണ്ട്. ഇതാണ് ശഅബാനിൻ്റെ പ്രത്യേകത എന്ന്. ശഅബാൻ ഷഹ്റുൽ ഖുർആ എന്നാണ് പറയാറുള്ളത്. ഖുർആൻ പാരായണക്കാരുടെ മാസമാണ് ശഅബാൻ എന്നാണ്. റമളാനിൽ നമ്മളൊക്കെ ഖുർആനുമായി ധാരാളം ഇടപഴകും, പരമാവധി പാരായണം ചെയ്യും. അതേപോലെ ശഅബാൻ അതിൻ്റെ കവാടമെന്ന നിലക്ക് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ആരോഗ്യവും ആഫിയത്തുമുള്ളവർക്ക് പരമാവധി സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാൻ ശറഇൽ അനുവാദമുള്ള മാസമാണ് ശഅബാൻ. ഒരു 10, 12, 13 മണിക്കൂർ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ അന്നപാനീയങ്ങളൊന്ന് മാറ്റിവെക്കുക. നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരുപക്ഷെ ഒരു രോഗം നിർണയിക്കപ്പെട്ടാൽ നമ്മെ പരിശോധിക്കുന്നവർ വിധിയെഴുതും, ഇന്നത് കഴിക്കരുത്, ഇന്നത് കുടിക്കരുത്. അപ്പോൾ നമ്മളൊരു വ്രതത്തിലേക്ക് കടക്കുകയാണ്, എനിക്കത് പാടില്ല. ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യം തന്ന റബ്ബിനുള്ള ശുക്റാണ് സൗം, നോമ്പ് എന്നത്. അതുകൊണ്ട് പരമാവധി നോമ്പ് നോൽക്കാൻ ശ്രദ്ധിക്കുക. ഇനി നോമ്പ് നോൽക്കാൻ സാധിക്കാത്തവർക്കും അല്ലാത്തവർക്കുമൊക്കെ പരമാവധി റബ്ബിലേക്ക് കർമ്മങ്ങൾ ഉയരണം. ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉ. അല്ലാഹുവിലേക്കതാ നാം ഉരുവിടുന്ന നല്ല നല്ല ദിക്റുകൾ, നല്ല നല്ല വാക്കുകൾ അല്ലാഹുവിലേക്കതാ ഉയർന്നുകൊണ്ടിരിക്കുന്നു. സൽക്കർമ്മങ്ങളെ അല്ലാഹു ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ ശഅബാൻ മാസത്തിലാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. അത് നാം ശ്രദ്ധിക്കാം. അതോടൊപ്പം മനുഷ്യരൊക്കെ ഇത്തരം സൽക്കർമ്മങ്ങളെക്കുറിച്ച് അശ്രദ്ധരാകുന്ന, അതൊന്നും ശ്രദ്ധിക്കാതെ
ജീവിക്കുമ്പോൾ ഇബാദത്തുകളിൽ മുഴുകുന്നതിന് ഏറെ ഫളലുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. ഒരു ഹദീസിൽ കാണും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജറത്തിൻ ഇലയ്യ. ഹർജ് കാലത്തുള്ള ഇബാദത്ത്, ഹർജ് എന്നാൽ കൊലപാതകങ്ങൾ പോലുള്ള ഫിത്തനകൾ നാട്ടിൽ വർദ്ധിക്കുക. ഇമാം നവവി റഹിമഹുല്ല അതിനെ വിശദീകരിച്ചത്, അൽ മുറാദു ബിൽ ഹർജി ഹുന അൽ ഫിത്നതു വഖ്തിലാതു ഉമൂരിന്നാസ്. ഈ ഹദീസിൽ പറഞ്ഞ ഹർജ് കൊണ്ട് ഉദ്ദേശം ഒന്ന് ഫിത്തനകളാണ്, അതോടൊപ്പം കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞുമറിയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹക്കോ ബാത്തിലോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ആളുകൾ ശ്രദ്ധിക്കാതെ സുഖലോലുപതയിൽ മാത്രം ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാവുക. അങ്ങനെ കാര്യങ്ങൾ കുഴഞ്ഞുമറിയുന്ന സന്ദർഭം, ഫിത്തനകൾ ഏറിയ സന്ദർഭത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, അതിൽ ഫളലുണ്ട്. എന്താ കാരണം? അന്നന്നാസ യഗ്ഫുലൂന അൻഹാ വയസ്തഗിലൂന അൻഹാ വലാ യതഫറഗു ലഹാ ഇല്ലാ അഫ്റാദ്. ജനങ്ങളൊക്കെ അത്തരം സൽക്കർമ്മങ്ങളെക്കുറിച്ച്, ഇബാദത്തുകളെക്കുറിച്ച് അശ്രദ്ധരാണ്. ജനങ്ങൾ മറ്റു പല കാര്യങ്ങളിലുമാണ് മുഴുകിയിട്ടുള്ളത്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അപ്പോൾ ശ്രദ്ധിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ദിനങ്ങൾ നമ്മിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമ്മൾ തയ്യാറാകണം. മരണചിന്ത നന്നായി വർദ്ധിപ്പിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടു. അക്തിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. മുഴുവൻ സുഖങ്ങളെയും തകർത്തുകളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. എന്താണ് അതിന് കാരണം? മരണചിന്തയുടെ അഭാവം സൽക്കർമ്മങ്ങളിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തും. മരണചിന്ത ഇല്ലെങ്കിൽ പിന്നെ അവന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള തോന്നലുകൾ ഉണ്ടാവില്ല. പിന്നെ മരണസമയത്താണ് അവന് സൽക്കർമ്മങ്ങളെക്കുറിച്ച് ഓർമ്മ വരിക. ഈ ഹദീസിന്റെ ഷറഹിൽ കാണും, മൻ അക്സറ മിൻ ദിക്രിൽ മൗതി ഉക്രിമ ബി സലാസത്തി അഷ്യ. മരണചിന്ത ഒരാൾ വർദ്ധിപ്പിച്ചാൽ 3 നേട്ടങ്ങൾ അവന് കിട്ടും. തഅജീലു തൗബ, പക്ഷാതാപ മനസ്സ്, അതിലേക്ക് ധൃതി കൂട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകും. വ ഖനാഅത്തുൽ ഖൽബ്, അവനൊരു മനസ്സമാധാനം ഉണ്ടാകും. വ നശാത്തുൽ ഇബാദ, ഇബാദത്തുകൾക്ക് താല്പര്യം തോന്നും, ഉന്മേഷം തോന്നും. ഒമൻ നസിയൽ മൗത ഊഖിബ ബി സലാസത്തി അഷ്യ. മരണത്തെ മറന്നാലോ 4 കോട്ടങ്ങളാണ് സംഭവിക്കുക, 3 കോട്ടങ്ങളാണ് സംഭവിക്കുക. തസ്വീഫു തൗബ, തൗബ എന്നത് അവന് പാടെ അവഗണിക്കും. വതർക്കുദ്ദിലാബിൽ കഫാഫ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അവന് കഴിയില്ല. വതകാസുലു അനിൽ ഇബാദ, ഇബാദത്തുകളെ കുറിച്ച് മാത്രം, സൽക്കർമ്മങ്ങളെ കുറിച്ച് അവൻ അലസനായി. മറ്റവൻ്റെ ഐഹിക കാര്യങ്ങളിലൊക്കെ അവൻ അങ്ങേറ്റം ഉത്സാഹിയാണ്. പക്ഷേ ഇബാദത്തുകൾ അതിന് സന്ദർഭം വരുമ്പോൾ അതവന് മടിയും അലസതയും ഉണ്ടാകും. അങ്ങനെ അവനെ മരണം സമീപിക്കാൻ വിശുദ്ധ ഖുർആനിൽ കാണാം, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ. അത്തരം ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ പറയും, റബ്ബേ എന്നെ ഒന്ന് തിരിച്ചുവിടണം. ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ പോയ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു വരാം. കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അല്ലാഹ് പറയാണ്, അവനിനി അവസരം കൊടുത്താൽ തന്നെ അതൊരു വെറും വാക്ക് മാത്രമായിരിക്കുന്ന. ആ റബ്ബിർജിഊൻ എന്നത് ഒരു വാക്ക് മാത്രം, അവൻ അങ്ങനെ തയ്യാറാകുകയില്ല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അവൻ്റെ പിന്നാലെ കടന്നു വരുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവപ്പെടാൻ, ബോധ്യപ്പെടാൻ കഴിയാത്ത ഒരു മറയാണ്, ബർസഖ് ലോകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. ഈ ആയത്തിന്റെ തൊട്ട് മുമ്പിൽ എന്താ പറഞ്ഞത്? വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. ഈ ആയത്തിന് തൊട്ട് മുമ്പ് അല്ലാഹു നമ്മോട് 2 കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. റബ്ബേ, എന്നെ ദുർബോധനത്തിൽ അകപ്പെടുത്തി നശിപ്പിക്കുന്ന പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. ആ പിശാച് എൻ്റെ മുന്നിൽ പ്രസന്റ് ആകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. കാരണം പിശാചാണ് മനുഷ്യനെ എല്ലാ ദിക്റുകളിൽ നിന്നും, എല്ലാ സൽക്കർമ്മങ്ങളിൽ നിന്നും പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത്തരം അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തിൽ ഒന്ന് മാത്രം പറയുന്നു, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തലാണ്. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫതൻ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസ്വാൽ വലാ തകും മിനൽ ഗാഫിലീൻ. അള്ളാഹു പ്രത്യേകം പറഞ്ഞു, നീ നിന്റെ മനസ്സിൽ വളരെ താഴ്മയോടെ നിന്റെ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുക, ഭയപ്പാടോടെ. വദൂനൽ ജഹ്രി മിനൽ ഖൗല്, മറ്റുള്ളവർക്ക് ശല്യമാകുന്ന നിലക്ക് അത്യുച്ചത്തിൽ ഒരു ദിക്റും ഉരുവിടാൻ ഇസ്ലാമിൽ അനുവാദമില്ല.
അതൊക്കെ ദിക്ർ എന്നത് തനിക്കും തൻ്റെ റബ്ബിനുമിടയിലുള്ള സ്വകാര്യമായ സംസാരങ്ങൾ മാത്രമാണ്. അത് അത്യുച്ചത്തിലാകേണ്ട ആവശ്യമില്ല. വലാ തകും മിനൽ ഗാഫിലീൻ, നീ അശ്രദ്ധരിൽ ഭൂരിപക്ഷ മനുഷ്യരെ പോലെ നീ ആകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹനെ ഓർക്കുന്ന ഒരാളെയും ഓർക്കാത്ത ഒരാളെയും ഉപമിച്ച് പറഞ്ഞു തന്നു. മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. തൻ്റെ റബ്ബിനെ ഓർത്ത് കഴിയുന്നവനും തൻ്റെ റബ്ബിനെ പാടെ വിസ്മരിച്ച് മറന്നു ജീവിക്കുന്നവനും അവ രണ്ടുപേരും തമ്മിലുള്ള ഉപമ എന്നത് ജീവനുള്ളതും ജീവനില്ലാത്തതും. ഒന്ന് ഹയ്യ്, ജീവനുള്ളത്, ഒന്ന് മയ്യിത്ത്, ശവം. തൻ്റെ റബ്ബിനെ ഓർക്കാത്തവൻ അവൻ ആരാവട്ടെ, അവൻ ശവതുല്യനാണ് എന്നാണ്. ഒരു ശവം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടാൽ, അത് മനുഷ്യൻ മരണപ്പെട്ടാലും മറ്റേത് ജീവി മരണപ്പെട്ടാലും ആ ശവത്തിന്, ആ മയ്യത്തിന് എന്ത് സ്ഥാനം നമ്മൾ കൊടുക്കുക? വേഗം മറവ് ചെയ്യണം. എത്ര വേഗത്തിൽ മറവ് ചെയ്യോ അതാണ് മയ്യത്ത്. ആ മയ്യത്തിന് തുല്യമാണ് തൻ്റെ റബ്ബിനെ ഓർക്കാതെ കഴിയുന്നവൻ എന്നാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ റബ്ബിനെ സ്മരിച്ചു വേണം. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. മറ്റു മനുഷ്യരിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന പ്രധാന ഘടകം നമുക്ക് ഈ ജീവിതം നൽകിയ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് കഴിയുന്നത് എന്നാണ്. സ്ത്രീ സമൂഹത്തോടൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഇക്കാര്യം വസിയ്യത്ത് ചെയ്തു. സ്ത്രീകളെക്കാര്യം ശ്രദ്ധിക്കണം. യുസൈറ റളിയല്ലാഹു അൻഹ, മുഹാജിറാത്തുകളിൽപ്പെട്ട സ്ത്രീ, സഹാബി വനിത, അവർ പറയാണ്, ഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, അലൈകുന്ന ബിത്തസ്ബീഹി വത്തഹ്ലീലി വത്തഖ്ദീസ്. സ്ത്രീ സമൂഹമേ, നിങ്ങളും അള്ളാഹുവിനെ ഓർക്കുന്ന തസ്ബീഹുകളും തഹ്ലീലുകളും തഹ്മീദുകളുമായി ജീവിക്കണം. വഅഖിദ്ന ബിൽ അനാമിൽ, നിങ്ങളുടെ വലത് കൈ കൊണ്ടല്ല വിരലുകൾ കൊണ്ട് നിങ്ങളത് എണ്ണം പിടിക്കുകയും വേണം. ഫഇന്നഹുന്ന മസ്ഊലാത്തുൻ മുസ്തൻതഖാത്തുൻ, കാരണം നിങ്ങളുടെ വിരലുകൾ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. ഈ വിരലുകൾ നാളെ അള്ളാഹിന്റെ മുമ്പിൽ സംസാരിക്കും. നിങ്ങൾ ദിക്റുകൾ എണ്ണിപ്പിടിച്ച വിരലുകളാണെന്ന് അത് സംസാരിക്കുമെന്നാണ്. അതുകൊണ്ട് വലാ തഗ്ഫുൽന, സ്ത്രീ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് അവൻ്റെ ദീനിനെക്കുറിച്ചും അശ്രദ്ധരായി കഴിയരുത്. ഫതൻസൈന റഹ്മ, അങ്ങനെ അള്ളാഹനെ മറന്നാൽ പിന്നെ എന്താ സംഭവിക്കുക? അള്ളാഹിൻ്റെ ഭാഗത്തിനുള്ള റഹ്മത്ത് വർഷിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മാറ്റപ്പെടുമെന്നാണ്. അള്ളാഹ് നിങ്ങളെ മറക്കുമെന്നാണ്. അവൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് ചൊരിയപ്പെടില്ല. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. നിങ്ങൾ അള്ളാഹനെ മറന്ന ഒരു കൂട്ടരുണ്ട്, അവരെപ്പോലെ നിങ്ങൾ ആവല്ലേ. അങ്ങനെ അള്ളാഹനെ മറന്നാൽ അള്ളാഹ്ക്ക് വല്ല കോട്ടവുമുണ്ടോ? ഇല്ല. ഫഅൻസാഹും അൻഫുസഹും, അവരെയാണ് മറക്കുന്നത്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് ദുർമാർഗികൾ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിനെ സ്മരിച്ച് ജീവിക്കാൻ ഇത്തരത്തിലുള്ള പവിത്രമായ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം റമളാനിലേക്ക് നമ്മൾ അടുക്കാൻ. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്റുകളൊക്കെ ഉരുവിടുമ്പോഴും ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഹൃദയ വിശുദ്ധി തന്നെയാണ്. നമ്മുടെ ഹൃദയം എത്രമാത്രം ശുദ്ധീകരിക്കപ്പെടുന്നുവോ അവരാണ് അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടുന്നവർ. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രത്യേകം പ്രാർത്ഥിച്ചു, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. റബ്ബേ, പരലോകത്ത് നീ എന്നെ വഷളാക്കരുത്. സ്വത്തും മക്കളും ഉപകാരപ്പെടാത്ത ലോകം, അവിടെ കൽബുൻ സലീം, കറകളഞ്ഞ നല്ല ഹൃദയത്തോടെ ആരാണ് അവിടെ വന്നത്, അവർക്ക് മാത്രമാണ് രക്ഷ എന്ന് വിശുദ്ധ ഖുർആനിൽ രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അല്ലാഹ് ഒരാൾക്ക് ഹിദായത്ത് ആഗ്രഹിച്ചാൽ ഇസ്ലാമിലേക്ക് അവൻ്റെ ഹൃദയത്തിന് വിശാലത നൽകുമെന്നാണ്.
അഫമൻ ശറഹല്ലാഹു സുദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഇസ്ലാമിലേക്ക് ഹൃദയവിശാലത ലഭിച്ച ഒരാൾ തൻ്റെ റബ്ബിൻ്റെ പ്രകാശത്തിലാണ്. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ ഉലൈക ഫീ ളലാലിൻ മുബീൻ. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരുടെ ഹൃദയം കടുത്ത ഹൃദയമാണ്, അവർ വ്യക്തമായ വഴികേടിലാണ് എന്ന് അള്ളാഹു ശക്തമായി ഉണർത്തിയത് കാണാം. നമ്മുടെ ഹൃദയം വിശുദ്ധമാണോ? തൗഹീദും ഈമാനും ഇഖ്ലാസുമൊക്കെ പ്രവേശിച്ച ഹൃദയമാണോ? മറ്റുള്ളവരോട് പകയും വിദ്വേഷവും നിലനിർത്താത്ത ഹൃദയമാണോ എന്ന് ആലോചിക്കാൻ, പ്രത്യേകിച്ച് ഒരു മാസക്കാലത്തെ കർമ്മങ്ങളിലേക്ക്, ഇബാദത്തുകളിലേക്ക്, വ്രതാനുഷ്ഠാനത്തിലേക്ക് കടക്കും മുമ്പ് നമ്മൾ ആലോചിക്കാനും തിരുത്തേണ്ടത് തിരുത്താനും നമുക്ക് സാധിക്കണം. നല്ല ഹൃദയത്തിൻ്റെ ചില അടയാളങ്ങളൊക്കെ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ കാണും. അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്. നല്ല ഒരു ഹൃദയം എപ്പോഴും ശാശ്വതമായ ഭവനത്തിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കും, പരലോകത്തിലേക്ക് ചായുന്ന ഹൃദയം. അത്തജാഫി അൻ ദാരിൽ ഖുറൂർ. ഈ വഞ്ചനയുടെ ചരക്കായ ഭൗതിക ലോകത്തിൽ നിന്ന് അകലുന്ന ഹൃദയം. അൽ ഇസ്തിഅദാദു ലിൽ മൗത്തി ഖബ്ലൽ മൗത്ത്. മരണം വരുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി തയ്യാറാകുന്ന മനസ്സ്. ഇതൊക്കെ നല്ല ഹൃദയത്തിൻ്റെ അടയാളങ്ങളാണ്. അത്തരം ഹൃദയത്തിൻ്റെ വക്താക്കളാവാൻ പരമാവധി നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ. اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا ميتا إلا رحمته ولا بلاء إلا رفعته يا أرحم الراحمين. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا اغفر لنا ولوالدينا ولا تزد الظالمين إلا تبارا يا أرحم الراحمين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.